ജാർഖണ്ഡിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് പൂർത്തിയാക്കുമ്പോൾ രണ്ടാം ഘട്ടത്തിന്റെ പ്രചാരണം കത്തിക്കയറുകയാണ്. ആദ്യഘട്ടത്തിലെ മികച്ച പോളിംഗ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ആത്മവിശ്വാസം നൽകുന്നതാണ്. മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സംസ്ഥാനത്തെത്തും. ഗൗതം അനന്തനാരായണൻ ചേരുന്ന വിവരങ്ങളുമായി. ഗൗതം, ഇന്നലെ ജാർഖണ്ഡിൽ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇടങ്ങളിലെല്ലാം ആവേശമായി പ്രധാനമന്ത്രി മാറുന്നതാണ് കണ്ടത്. ഇന്നിപ്പോൾ അദ്ദേഹം മഹാരാഷ്ട്രയിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ എത്രത്തോളം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നു ഈ ആദ്യഘട്ടം കഴിഞ്ഞതോടെ പ്രചാരണം? വീണ, മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ഇനി പരസ്യപ്രചരണം അവസാനിക്കാൻ ശേഷിക്കുന്നത് 4 ദിവസങ്ങൾ മാത്രമാണ്. 20-ാം തീയതിയാണ് മഹാരാഷ്ട്രയിൽ ഒറ്റഘട്ടമായി 288 സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജാർഖണ്ഡിൽ 81 മണ്ഡലങ്ങളാണ്. അതിൽ 43 ഇന്നലെ പോളിംഗ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും 38 മണ്ഡലങ്ങളാണ് ശേഷിക്കുന്നത്. അവിടെയും 20-ാം തീയതി രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കും. അതിനാൽ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും പരസ്യപ്രചരണം 18-ാം തീയതി വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് അവസാനിക്കുന്നത്. അതിനാൽ രണ്ട് സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം കൂടുതൽ ശക്തമാവുകയാണ്. ജാർഖണ്ഡിൽ ഇന്നലെ വളരെ സമാധാനപരമായി വോട്ടെടുപ്പ് പൂർത്തിയായി എന്നത് ശ്രദ്ധേയമാണ്. കാരണം മുൻകാലഘട്ടങ്ങളിലൊക്കെ തുടർച്ചയായി അക്രമ സംഭവങ്ങൾ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് ഭീകര സംഘടനകൾ തുടർച്ചയായി അക്രമ സംഭവങ്ങൾ നടത്തുകയും വോട്ടെടുപ്പ് അട്ടിമറിക്കുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനമായിരുന്നു ജാർഖണ്ഡൊക്കെയെങ്കിൽ ഇന്നലെ ഒരു അനിഷ്ട സംഭവം പോലും റിപ്പോർട്ട് ചെയ്യാതെയാണ് സംസ്ഥാനത്ത് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് വളരെ വിജയകരമായി പൂർത്തിയായത്. മാത്രമല്ല 65% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തി. കാരണം സമാധാന അന്തരീക്ഷം വന്നതോടുകൂടി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വോട്ടർമാർ കൃത്യമായി തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയും അവർ വോട്ട് ചെയ്യാൻ എത്തുന്ന പശ്ചാത്തലമൊക്കെ രൂപപ്പെട്ടിരുന്നു. അതിനാൽ ആദ്യ ഘട്ടത്തിലെ ഈ മികച്ച പോളിംഗ് രാഷ്ട്രീയ പാർട്ടികൾക്കും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആത്മവിശ്വാസം നൽകുന്ന ഘടകമാണ്. അതിനാൽ ആ ആത്മവിശ്വാസം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് രണ്ടാമത്തെ ഘട്ടത്തിന്റെ പ്രചരണം ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നത്. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാരാഷ്ട്രയിലാണ് BJP റാലികളിൽ സംസാരിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ജാർഖണ്ഡിൽ ഉണ്ടായിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ജാർഖണ്ഡിലാണ് ഉള്ളത്. അദ്ദേഹം 3 BJP റാലികളിൽ ജാർഖണ്ഡിൽ സംസാരിക്കുന്നുണ്ട്. എന്തായാലും 18-ാം തീയതി പ്രചരണം അവസാനിക്കാനിരിക്കെ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും തീവാർന്ന പ്രചരണം BJPയും അതുപോലെ തന്നെ കോൺഗ്രസും നടത്തുന്നു എന്നുള്ളതാണ്. മഹാരാഷ്ട്രയെ സംബന്ധിച്ച് ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഏറ്റവും അധികം ജനസംഖ്യയുള്ള വിശാലമായ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അതിനാൽ അവിടെ ഭരണം പിടിക്കുക എന്നത് ഒരു അഭിമാന പ്രശ്നമായി BJP ആണെങ്കിലും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി ആണെങ്കിലും ഇപ്പോൾ മഹാരാഷ്ട്രയിൽ അധികാരത്തിലിരിക്കുന്ന മഹായുതി സർക്കാർ BJP നേതൃത്വം നൽകുന്ന സർക്കാരാണ്. ഈ രണ്ട് മുന്നണികൾക്കും ഇത് അഭിമാന പ്രശ്നമാണ്. ജാർഖണ്ഡിനെ സംബന്ധിച്ച് വളരെ ചെറിയ സംസ്ഥാനമാണ് എങ്കിൽ പോലും ദേശീയ തലത്തിൽ ഉൾപ്പെടെ ജാർഖണ്ഡിൽ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള സംഭവ വികാസങ്ങൾ, അവിടുത്തെ മുഖ്യമന്ത്രിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിലൊക്കെ വളരെ സജീവ ചർച്ചയായിരുന്നു. അതിനാൽ അവിടെയും ഇന്ത്യ മുന്നണിയും BJPക്കും ഇടയിൽ ശക്തമായ മത്സരം നടക്കുന്നുണ്ട്. ആ മത്സരത്തിന്റെ ചൂട് നമുക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലും കാണാൻ കഴിയുന്നുണ്ട്. വീണ, ഓക്കെ, ശരി ഗൗതം.